ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നാം ചോദിക്കുവാൻ തുനിയുമായിരിക്കും. എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ യാതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. നമ്മെ ദുഃഖിപ്പിക്കുകയോ നമ്മെ ഭാരപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാനും നമ്മെ മിനുക്കിയെടുക്കുവാനുമുള്ള ശ്രമമാണ് നാം കാണേണ്ടത്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യർ പകച്ചു പോകാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തൻ്റെ ഭക്തനോട് ദൈവം അരുളി ചെയ്യുന്നത്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിലേക്ക് നമ്മെ എത്തിക്കും. യിരെമ്യാ പ്രവചനം 33 മുതൽ 36 വരെയുള്ള അധ്യായങ്ങൾ. യഹൂദയുടെ ഏറ്റവും അന്ധകാരപൂർണമായ ദിനങ്ങളായിരുന്നു യിരെമ്യാ പ്രവചനം 33 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാലയളവ്. അന്ധകാരത്തിനപ്പുറത്തുള്ള പ്രകാശം കാണുവാൻ ദൈവം യിരെമ്യാവിനെ അനുവദിക്കുന്നു. ദൈവം ദാവീദിനോട് ചെയ്ത നിയമം വീണ്ടും ഉറപ്പാക്കുന്നതായി യിരെമ്യാ പ്രവചനം 33 അധ്യായത്തിൽ നാം കാണുന്നു. ഒരിക്കൽ ദൈവം തൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി അവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയും തന്നോടുള്ള കൂട്ടായ്മയിൽ അവരെ ആക്കുകയും ചെയ്യും. യിരെമ്യാ പ്രവാചകൻ ഇപ്പോഴും കാരാഗ്രഹത്തിലാകുന്നു എന്ന കാര്യം മറക്കരുത്. ഈ 33 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത് ഞാനൊന്ന് വായിക്കാം. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2 പ്രാവശ്യം അവനുണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എത്ര മനോഹരമായ വാഗ്ദത്തം ഇല്ലേ? ഞാൻ ആ 3 വാക്യം ഒന്നുകൂടി വായിക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇത് ആരാണ് പറയുന്നതെന്ന് അതിന് തൊട്ടു മുൻപുള്ള വാക്യം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യിരെമ്യാവ് കാരാഗ്രഹത്തിലാണെന്ന് മാത്രമല്ല, ഒരു നിലം വിലയ്ക്ക് വാങ്ങുവാൻ ദൈവം ഈ പറഞ്ഞ സമയത്ത് അവനോട് പറയുകയും ചെയ്തു. യിരെമ്യാവ് വിശ്വാസത്തോടുകൂടെ പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവൻ നിലം വാങ്ങി. എന്നാൽ അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അനേകം ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് യഹൂദയെ ദൈവം പ്രവാസത്തിലേക്ക് അയക്കുന്നത്? അതേ സുഹൃത്തെ, ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. നാം ചോദിച്ചേക്കാം, ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ ദൈവം എന്നോട് അരുളി ചെയ്തു. എന്നാൽ ഒരു വസ്തുത ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ യാതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. നമ്മെ ദുഃഖിപ്പിക്കുകയോ നമ്മെ ഭാരപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാനും ദൈവം നമ്മെ മിനുക്കിയെടുക്കുവാനുമുള്ള ശ്രമമാണ് നാം കാണേണ്ടത്.
ഹബക്കുക്ക് പ്രവാചകന് പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. യോനാ പ്രവാചകൻ അനേകം ചോദ്യങ്ങളുണ്ടായി. ഇയ്യോബ് ചോദ്യങ്ങൾ തന്നെയാണല്ലോ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ആസാഫ് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാം 73-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാകണമെന്നില്ല. പിന്നെയോ മറിച്ച് ചിന്തിക്കുന്നതാണ് കപടഭക്തി. നാം ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം. 3-ാം വാക്യം ഞാൻ നേരത്തെ വായിച്ചല്ലോ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം ദാവീദിനോട് ചെയ്ത നിയമം ഉറപ്പാക്കുന്നതായി തുടർന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നേക്കും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരാൾ കാണും എന്ന് ദൈവം ദാവീദിനോട് നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. പ്രവാചകന്മാരുടെ പ്രധാന വിഷയം ഇതായിരുന്നു. യിരെമ്യാവ് പറയുന്നത് ശ്രദ്ധിക്കൂ. 33-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും അരുളിച്ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആ നാളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസമാണ്. ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. ബേത്ലഹേമിൽ ജനിച്ച യേശു അല്ലാതെ ഇതേവരെയും മറ്റൊരു നീതിമാനും ഉണ്ടായിട്ടില്ല. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അതുപോലെയുള്ള ഒരു ഭരണാധിപനും ഇതുവരെ ഉണ്ടായിട്ടില്ല. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ നമ്മുടെ നീതി. എബ്രായ ഭാഷയിൽ യഹോവ സിദക്കേനു എന്നാണ് നാം വായിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലുള്ള നീതി മാത്രമാണ് സുഹൃത്തെ. അവൻ നമ്മുടെ നീതിയാണ്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 17-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിനൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദിനംപ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എൻ്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയുമില്ല. യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീദിന് അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം അവനോടും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യ പുരോഹിതന്മാരോടുമുള്ള എൻ്റെ നിയമവും ദുർബലമായി വരും. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതിയെയും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും. ഇന്ന് ഈ വ്യക്തി എവിടെയാണ്? യാതൊരു ഇസ്രായേലിനും ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ഇത് അവകാശപ്പെടുവാൻ കഴിയുന്നവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇന്നിരിക്കുന്നു. 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. തൻ്റെ നാമത്തിന് വേണ്ടി ഒരു ജനത്തെ തയ്യാറാക്കുന്നതിൽ ദൈവം വ്യാപൃതനാണ്. തൻ്റെ പുത്രനെ ഈ ലോകത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ വേണ്ടി ദൈവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവചനം നൽകുന്ന സമയം സിദക്കിയാവ് ആയിരുന്നു യഹൂദയുടെ സിംഹാസനത്തിൽ വാണിരുന്ന രാജാവ് എന്നോർക്കണം. അവൻ ഒരു വഷളനായ രാജാവായിരുന്നു. നെബൂഖദ്നേസർ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ബദ്ധനാക്കിക്കൊണ്ടു പോകും. ഇതുകൊണ്ട്
ദാവീദിന്റെ സിംഹാസനം അവസാനിക്കുമെന്നാണ് ലോകം ന്യായമായി ചിന്തിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുന്നതല്ല. അത് മാറ്റമില്ലാത്തതാണ്. അതിനകത്തെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറില്ല എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എത്ര പ്രോത്സാഹജനകമായ വാക്കുകളാണ് പ്രതിസന്ധി നിറഞ്ഞതായ ഈ കാലഘട്ടത്തിൽ പോലും ദൈവം പ്രവാചകനിലൂടെ നൽകുന്നത് എന്നോർക്കുക. 34 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ലോകം ദൈവമക്കളുടെ ജീവിതമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ചിന്ത നമുക്കിതിനകത്ത് കാണുവാൻ സാധിക്കും. വാക്കുകളേക്കാൾ അധികം ജീവിതമാകുന്നു ലോകം ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കി എന്ന്. ദൈവത്തിൻ്റെ നിയമം യഹൂദ ലംഘിച്ചു. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് ദൈവം സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവം യഹൂദയിലെ ഒടുവിലത്തെ രാജാവായ സിദക്കിയാവിൻ്റെ പ്രവാസത്തെക്കുറിച്ച്, അവനെ അടിമയായി പിടിച്ചുകൊണ്ടു പോകുന്നതിനെക്കുറിച്ച് മുന്നമേ അറിയിക്കുന്നതായി നാം കാണുന്നു. 34 അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരുശലേമിനോടും അതിൻ്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാവിന് യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ രാജാവായ സിദക്കിയാവോട് പറയേണ്ടതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ പിടിപെട്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ണ് കാണുകയും അവൻ വായോട് വായി നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. എങ്കിലും യഹൂദ രാജാവായ സിദക്കിയാവേ, യഹോവയുടെ വചനം കേൾക്ക. നിന്നെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ വാളാൽ മരിക്കയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധ ദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും. അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. അത് ഞാൻ കൽപ്പിച്ച വചനമല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യെരുശലേം നഗരം ചുട്ടരിച്ച് കളയുകയും നെബൂഖദ്നേസർ സിദക്കിയാവിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുമെന്ന് യിരെമ്യാവ് പ്രവചിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. 8ഉം 9ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ആരും തൻ്റെ സഹോദരനായ ഒരു യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായദാസനെയും എബ്രായദാസിയെയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കണമെന്ന് സിദക്കിയ രാജാവ് യെരുശലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം യിരെമ്യാവിന് യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട്. സിദക്കിയാവ് ജനത്തോട് ഒരു നിയമം ചെയ്തു. എല്ലാ യഹൂദ അടിമവേലക്കാരെയും മോചിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആ നിയമം. ഇനി 15ഉം 16ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്തയച്ചിരുന്ന തൻ്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസീദാസന്മാരാക്കിയിരിക്കുന്നു. ഈ നിയമം എനിക്ക് ഹിതമായത് എന്ന് ദൈവം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഈ നിയമത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം അവൻ സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ എന്നുള്ളത് ദൈവം മോശയിൽ കൂടി ജനത്തിന് കൊടുത്ത നിയമമായിരുന്നു. എന്നാൽ സിദക്കിയാവ് തൻ്റെ നിയമം പാലിച്ചില്ല എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി. സിദക്കിയാവ് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കി. താൻ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അവസരം സിദക്കിയാവിന് ലഭിച്ചു. എന്നാൽ അവൻ്റെ തീരുമാനം വെറും പ്രഹസനം മാത്രമായിരുന്നു. അവൻ തൻ്റെ വാക്ക് പാലിച്ചില്ല.
അവൻ തന്നെത്താൻ വാക്ക് പാലിക്കാത്തവനായി എന്ന് തെളിയിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. ലോകം ദൈവമക്കളുടെ ജീവിതത്തെയാണ് എപ്പോഴും നോക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കി എന്ന് ദൈവം പറയുന്നു. ഇത് എത്ര വാസ്തവമാണ്. പലപ്പോഴും നാം അറിയാതെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവമക്കളായി ജീവിതം ആസ്വദിക്കുവാനും മറ്റുള്ളവർക്ക് കഴിയാത്തതിൻ്റെ കാരണം മാതൃകയില്ലാത്ത നമ്മുടെ ജീവിതമാണോ? ഇനിയും 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 21 വരെയുള്ള വാക്യങ്ങളിൽ, കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹൂദ രാജാവായ സിദെക്കീയാവെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിലും ഏൽപ്പിക്കും. ഇങ്ങനെയാണ് അക്കാലത്ത് ഒരു നിയമം അഥവാ ഉടമ്പടി ചെയ്തിരുന്നത്. യാഗവസ്തുവിനെ രണ്ടായി പിളർന്ന് വെച്ചിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ആളുകൾ രണ്ടുപേരായിരിക്കുമല്ലോ, അവർ കൈകോർത്ത് അതിൻ്റെ നടുവിൽ കൂടി കടന്നുപോകും. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തതും ഈ വിധമായിരുന്നു. സിദെക്കീയാവും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ജനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു. അവർ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. അതുകൊണ്ട് ദൈവം അവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു. 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രേഖാബ്യ ഗ്രഹത്തെ നാം കാണും. അവർ വിശ്വസിക്കുന്ന ശേഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ദൈവത്തിന് തൻ്റേതായ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ഒരു ശേഷിപ്പ്. ദൈവം തൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഒരു ചെറിയ കൂട്ടത്തെ എല്ലായ്പ്പോഴും സൂക്ഷിക്കും, എല്ലായിടത്തും സൂക്ഷിക്കും. 35-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ രേഖാബ്യ ഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക. രേഖാബ്യരെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക എന്ന് ദൈവം യിരെമ്യാവിനോട് പറയുന്നു. 5-ഉം 6-ഉം വാക്യങ്ങളിൽ കാണുന്നത്, പിന്നെ ഞാൻ രേഖാബ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുകയുമരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തോടുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ, അതെ, അവരുടെ കുടുംബത്തോട് പിതാവ് നൽകിയതായ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖാബ്യർ യിരെമ്യാവ് കൊടുത്ത വീഞ്ഞ് കുടിക്കുവാൻ വിസമ്മതിക്കുന്നതായി നാം കാണുന്നു. 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു.
അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവീൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കും എന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ ചെവി ചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. 36 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവവചനത്തോടുള്ള അവരുടെ മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് യെഹോയാക്കീമിൻ്റെ മനോഭാവം. 36 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാവിത്: നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിൽ എഴുതുക. ദൈവവചനം ദൈവശ്വാസീയമാണ്, മനുഷ്യൻ്റെ ആലോചന പ്രകാരം വന്നതല്ല എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗലോസും തിമോത്തിയോസിന് എഴുതുമ്പോൾ ദൈവവചനം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 36 അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പക്ഷേ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. ദൈവവചനം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതിനും പാപക്ഷമ ലഭിക്കുന്നതിനുമാകുന്നു. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യിരെമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കുക. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷേ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. ബാരൂക്ക് യിരെമ്യാവിൻ്റെ കൽപ്പന പ്രകാരം ദൈവാലയത്തിൽ പോയി ജനം കേൾക്ക് വചനം വായിച്ചു കേൾപ്പിച്ചു. മീഖായാവ് വചനം വായിച്ചു കേട്ടപ്പോൾ പുസ്തകത്തിൽ താൻ കേട്ട വചനങ്ങളൊക്കെ അവൻ പ്രഭുക്കന്മാരോട് പറഞ്ഞു. പ്രഭുക്കന്മാർ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്കും ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ബാരൂക്കിനെ വിളിച്ച് അവരുടെ ഇടയിലേക്ക് വരുത്തുകയും ചെയ്തു. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അടുത്ത സംഭവം നാം കാണുന്നുണ്ട്. 19-ാം വാക്യം, അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂക്കിനോട്, പോയി നീയും യിരെമ്യാവും കൂടെ ഒളിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ഇന്നേടത്തിരിക്കുന്നു എന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു. അനന്തരം അവൻ പുസ്തക ചുരുൾ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ചേച്ച് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ടുവരുവാൻ യഹൂദയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദ അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ച് കേൾപ്പിച്ചു. യെഹോയാക്കീമിന് ദൈവവചനത്തോടുണ്ടായിരുന്ന മനോഭാവമാണ് ഇവിടെ കാണുന്നത്. 22, 23 വാക്യങ്ങളിൽ നാം അതാണ് വായിക്കുന്നത്. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗ്രഹത്തിലിരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. താൻ ആ വചനത്തെ സൂക്ഷിക്കേണ്ടവനായിരുന്നു. എന്നാൽ അവൻ അതിനെ കാര്യമാക്കുകയോ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. അവൻ അതിനെ നശിപ്പിച്ചു. ദൈവവചനമാണ് നമുക്ക് നമ്മുടെ വഴികാട്ടിയായി ഇന്നും ഉള്ളത്.
ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്നത് ശരി തന്നെ. എന്നാൽ അതുകൊണ്ട് മാത്രമായോ? ആരാണ് ഇന്ന് ബൈബിൾ കാര്യമായി ഉപയോഗിക്കുകയും വായിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ബൈബിൾ നാം അവഗണിച്ച് കളയുന്നത് യെഹോയാക്കീം അതിനെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ ആ വിധത്തിലല്ലേ? വചനം സൂക്ഷിക്കേണ്ടതായ, അതിനെ സംരക്ഷിക്കേണ്ടതായ രാജാവ് അതിനെ നശിപ്പിക്കുന്നു. ഇന്ന് അനേകരും ദൈവവചനത്തെ സംരക്ഷിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇത് വളരെ വലിയൊരു സംഗതി തന്നെയാണ്. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. അവർ ചെയ്തതിനെക്കുറിച്ച് ദുഃഖമോ ഭീതിയോ അവർക്കില്ലായിരുന്നു. ദൈവം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യെഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക. അത് മുഴുവനും വീണ്ടും എഴുതുവാൻ ദൈവം പ്രവാചകനോട് പറഞ്ഞു. യെഹോയാക്കീമിനുള്ള ദൂതും ദൈവം നൽകി. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ അതാണ്. എന്നാൽ യഹൂദ രാജാവായ യെഹോയാക്കീമിനോട് നീ പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിന് എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവൻ്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞ് ഏൽപ്പാൻ എറിഞ്ഞു കളയും. ഞാൻ അവനെയും അവൻ്റെ സന്തതിയെയും ഭൃത്യന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും. അവർക്കും യെരൂശലേം നിവാസികൾക്കും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും. ദൈവവചനം എത്ര കൃത്യമാകുന്നു, എത്ര വ്യക്തമാകുന്നു എന്ന് നോക്കൂ. യെഹോയാക്കീമിന് സംഭവിച്ചത് വാസ്തവത്തിൽ ഇത് തന്നെയാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു വ്യക്തിയും അവൻ്റെ ആ തലമുറയിൽ അല്ലെങ്കിൽ അവൻ്റെ വംശത്തിൽ ഇന്നില്ല. ദാവീദിന്റെ സിംഹാസനം അവകാശപ്പെടാവുന്ന യേശുക്രിസ്തു യെഹോയാക്കീമിന്റെ വംശത്തിലല്ല ജനിച്ചത്. ദാവീദിന്റെ മറ്റൊരു മകനായ നാഥാന്റെ വംശത്തിലാണ് മറിയ ജനിച്ചത് എന്ന് നമുക്കറിയാം. മറിയത്തിൽ കൂടിയാണ് യേശുക്രിസ്തുവിന് ദാവീദിന്റെ സിംഹാസനത്തിന് വംശപാരമ്പര്യപ്രകാരം അവകാശപ്പെടുവാൻ ഉള്ളത്. യെഹോയാക്കീമിന്റെ വംശത്തിലുള്ള യാതൊരു വ്യക്തിയും ഒരിക്കലും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. ദൈവവചനം അനുസരിക്കാത്ത ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ദൈവവചനത്തെ നിരസിക്കരുതേ, അവഗണിക്കരുതേ. അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തോടുള്ള മനുഷ്യരുടെ പ്രതികരണമാണ് അവരുടെ നിത്യത തീരുമാനിക്കുവാൻ പോകുന്നത്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അവിടുന്ന് പറഞ്ഞത്, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെ ആകുന്നു കൈക്കൊള്ളുന്നതെന്നത്രേ. അതെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു.